നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അഭിന്നക ഗുണനം. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റാത്ത സംഖ്യകളാണ് ഇറാഷണൽ നമ്പർ അല്ലേ, അല്ലെങ്കിൽ ഭിന്ന സംഖ്യകളായിട്ട് എഴുതാൻ പറ്റാത്ത സംഖ്യകളാണ് അഭിന്നക സംഖ്യകൾ. ഫ്രാക്ഷണൽ അല്ലെങ്കിൽ ഭിന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം p/q ഫോമിൽ എഴുതാൻ പറ്റും അല്ലേ. ഇവിടെ q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതാണ് ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇറാഷണൽ നമ്പറിന് ഒരു എക്സാമ്പിൾ പറയാമല്ലോ. √2. നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സിൽ √2നെ പറ്റിയും അതിന്റെ വാല്യൂസിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ √2, √3, √5 ഇതെല്ലാം ഇറാഷണൽ നമ്പേഴ്സ് ആണ് അല്ലേ, അല്ലെങ്കിൽ അഭിന്നക സംഖ്യകളാണ് അല്ലയോ. അപ്പൊ ഇതിന്റെയൊക്കെ √2ന്റെ ഒക്കെ വില നമുക്കറിയാമല്ലോ. √2ന്റെ വില എന്ന് പറയുന്നത് 1.414 എക്സെട്ര അല്ലേ. അതുപോലെ തന്നെ √3യുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതൊക്കെ അപ്രോക്സിമേറ്റ് വാല്യൂ കേട്ടോ, ഏകദേശ വിലയാണ്. √3യുടെ വാല്യൂ 1.732. ഇറാഷണൽ നമ്പേഴ്സിന്റെ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇവിടെ നോക്കിയേ, ഇറാഷണൽ നമ്പർ ആണ് √2ഉം √3യും അല്ലെ. അഭിന്നക സംഖ്യകളാണ് √2ഉം √3യും. 2 + 3 ഇത് സാധാരണ നമ്പർ ആണ് അല്ലെ. ഇതിനെ നമ്മൾ എങ്ങനെയാ കൂട്ടുന്നത്? 2 + 3 എന്ന് പറയുന്നത് 5 ആണ്. നമുക്ക് ഡയറക്റ്റ് കൂട്ടാം അല്ലെ. അതുപോലെ ഈ ഇറാഷണൽ നമ്പറിനെ നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ √2ന് ഒരു ഏകദേശ വില നമുക്കറിയാം, അതുപോലെ √3യുടെ ഏകദേശ വിലയും നമുക്കറിയാം. ആ രണ്ട് വിലയും കൂടെ നമ്മൾ ഇതിന് കൊടുത്തിട്ട് വേണം കൂട്ടാൻ. അപ്പൊ √2ന്റെ ഏകദേശ വില എത്രയാണ്? 1.414 അല്ലെ. √3യുടെ വിലയോ 1.732. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി നോക്കാം. 1.414 പ്ലസ് 1.732. 4 2 6, 3 1 4, 7 4 11 1, ശിഷ്ട 1. ഇവിടെ പോയിന്റ് ഉണ്ടല്ലേ, അപ്പൊ പോയിന്റ് നമുക്ക് താത്തിറക്കണം. 1 2 3. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 3.146 എന്നാണ് ആൻസർ. ഇനി നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. √3 മൈനസ് √2. ഇതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂസ് ഇട്ട് കൊടുക്കണം അല്ലെ. അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ അതിനെയും സബ്ട്രാക്ട് ചെയ്യാവൂ. √3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയാണ്? 1.732 മൈനസ് √2ന്റെയോ 1.414. ഇപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യാൻ അറിയാമല്ലോ എല്ലാവർക്കും. 2ൽ നിന്ന് 4 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറത്തുനിന്ന് കടം എടുക്കും അല്ലെ. അപ്പൊ ഇവിടെ 3 ആണ്. 3ൽ നിന്ന് 1 പോകുമ്പോൾ ഇവിടെ എന്ത് വരും? 12 എന്ന് വരും അല്ലെ. 12ൽ നിന്ന് 4 പോകുക എത്രയാണ്? ഇവിടെ 3 ഉണ്ടായിരുന്നു. 3ൽ നിന്ന് 1നെ നമ്മൾ കൊടുത്തു. ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 2 ഉള്ളു അല്ലെ. 2ൽ നിന്ന് 1 പോകെ 1. 7ൽ നിന്ന് 4 പോകെ 3. പോയിന്റ് ഇട്ടു. 1ൽ നിന്ന് 1 പോകെ 0. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 0.318. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതും. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറാഷണൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ്. അതായത് ഗുണനവും ഹരണവും ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ നിങ്ങൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ ന്യൂ നമ്പേഴ്സിലും ഒക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു പിക്ചറാണ് ഇത്. അപ്പൊ നോക്കിയേ, ഇവിടെ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഇൻ ദിസ്. അതായത് ഈ സ്ക്വയർ ഉണ്ടല്ലോ, സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റളവ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. തന്നിട്ടുള്ളത് എന്താണ്? ഈ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മട്ടത്രികോണത്തിന്റെ 2 സൈഡുകൾ മാത്രം തന്നിട്ടുണ്ട്. ഈ സ്ക്വയറിന്റെ ഒരു വശം എന്ന് പറയുന്നത്, ഒരു വശം കിട്ടിയെങ്കിലല്ലേ അതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഒരു വശം എന്ന് പറയുന്നത് നോക്കിയേ, ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ മട്ടത്രികോണത്തിന്റെ എന്തായിട്ട് വരുന്നുണ്ട്? ഹൈപ്പോട്ടിന്യൂസ് അല്ലെ. ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കർണം. അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് അതെന്ന് പറയുന്നത് എന്താണ്? കർണമാണ് അല്ലെ. കർണമായിട്ട് വരുന്ന സൈഡാണ് സമചതുരത്തിന്റെ ഒരു വശം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ മട്ടത്രികോണത്തിന്റെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് കർണം കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും നമുക്ക്? ഈ സമചതുരത്തിന്റെ ഒരു സൈഡ് കിട്ടും. അതിനുശേഷം ചുറ്റളവ് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. സൈഡിനെ 4 കൂടെ കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു ഒരു സൈഡ് അല്ലെ. 4 ഇൻറ്റു സൈഡ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ചുറ്റുമുള്ള അളവ് കിട്ടും, ചുറ്റളവ് കിട്ടും. അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. ഈ മട്ടത്രികോണത്തിന്റെ 2 സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ആ 2 സൈഡ് എന്താണ്? ഒന്ന് ബേസ് ആണ്, ഒന്ന് ആൾട്ടിറ്റ്യൂഡ് ആണ്. അതായത് 2 ലംബ വശങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് കർണം കണ്ടുപിടിക്കാൻ അറിയാമല്ലോ.
കർണം സ്ക്വയർ അല്ലെങ്കിൽ എന്താണ് ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ അല്ലെ ഈക്വൽ ടു എന്താണ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് അല്ലെ, അതായത് ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ലംബം സ്ക്വയർ എത്രയാണ്? ലംബം അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ. പാദം സ്ക്വയർ, പാദം എന്ന് പറയുന്നത് ബേസ് ആണ്, ബേസിന്റെ സ്ക്വയറും 1ന്റെ സ്ക്വയർ. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെ അല്ലേ. 1ന്റെ സ്ക്വയർ 1. 1 പ്ലസ് 1 എത്രയാണ്? 2 ആണ്. അതായത് കർണം സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ആണ് 2. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് എത്രയാണ്? ഈ സ്ക്വയർ ഇങ്ങ് ഇപ്പുറത്ത് വരും അല്ലേ. സ്ക്വയർ 2ന്റെ അടുത്ത് വരും. 2ന്റെ അടുത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും? ഈക്വൽ സൈഡിന് അപ്പുറത്തായതുകൊണ്ട് റൂട്ട് ആവും അല്ലെ. അപ്പൊ സ്ക്വയർ ഇപ്പുറത്ത് വരുന്നതുകൊണ്ട് റൂട്ട് ആവും. അതായത് കർണം എന്ന് പറയുന്നത് എത്രയാണ്? √2 ആണ് അല്ലെ. കർണം എന്ന് പറഞ്ഞാൽ ഈ ഭാഗമല്ലേ, അത് എത്രയാണ്? √2 ആണ്. ഇനി നോക്കിയേ, ഇതൊരു സമചതുരമാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആണല്ലേ. സ്ക്വയർ ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെയും √2 എന്ന് വരും, ഇവിടെയും √2 എന്ന് വരും, ഇവിടെയും √2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? √2നെ നമുക്ക് ഇങ്ങനെ കൂട്ടാൻ പറ്റുമോ? ഇല്ല, ഇത് അഭിന്നക സംഖ്യകളാണല്ലേ, അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതെന്ത് ചെയ്യും? നമുക്കറിയാം ഇതിന്റെ ഏകദേശ വാല്യൂ, ഏകദേശ വില നമുക്കറിയാം. ഈ വില ഇവിടെ കൊടുത്തിട്ട് കൂട്ടിയാൽ മതി. അതായത് √2ന്റെ വാല്യൂ എത്രയാണ്? 1.414 അല്ലെ. നമുക്ക് 1.41 എന്ന് എടുക്കാം. 1.41 പ്ലസ് അടുത്തതിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? 1.41 പ്ലസ് 1.41 പ്ലസ് 1.41. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടാൻ പോവാണ്. 1, 2, 3, 4, 4 4 8, 8 4 12, 12 4 16. പോയിന്റ് കൊടുത്തു. 16ന്റെ 1 ശിഷ്ടമായിട്ട് വരുന്നുണ്ട്, അതിവിടെ കൊടുത്തു. 1 2 3 4 5. അപ്പൊ നമുക്ക് ഇവിടെ എന്താ എഴുതാം? ചുറ്റളവ് എന്ന് പറയുന്നത് 5.64 മീറ്റർ ആണല്ലേ. നോക്കിയേ, ഒരു സ്ക്വയറിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ വേറൊരു വഴിയുണ്ടല്ലോ. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് 4 ഇൻറ്റു ഒരു സൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിലൂടെ ചെയ്യാം. 4 ഇൻറ്റു സൈഡ് അല്ലെ. 4 ഇൻറ്റു സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ചുറ്റളവ് തന്നെയാണ്. അപ്പൊ നമുക്ക് 4 ഇൻറ്റു സൈഡ്, ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? സമചതുരത്തിന്റെ ഒരു സൈഡ് എത്രയാണ്? √2 ആണല്ലേ. 4 ഇൻറ്റു √2, അതായത് 4 ഇൻറ്റു √2ന്റെ വില എത്ര? 1.41. അപ്പൊ അതിനെ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഗുണിക്കുന്നത്? ഒന്ന് ദശാംശ സംഖ്യയാണ്, ഒന്ന് സാധാരണ സംഖ്യയാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഈ ദശാംശ സംഖ്യയുടെ പോയിന്റ് അങ്ങ് മാറ്റും അല്ലെ. പോയിന്റിനെ മാറ്റിയിട്ട് നമ്മൾ 4 കൊണ്ട് ഗുണിച്ചിട്ട് ആൻസറിൽ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പോയിന്റ് മാറ്റുമ്പോൾ എങ്ങനെയാണ്? 141 ഗുണം 4 എന്ന് കിട്ടുമല്ലോ. നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. 1 ഇൻറ്റു 4 4, 4 ഇൻറ്റു 4 16, ശിഷ്ടം 1, 1 4 4 1 5. നോക്കിയേ, 564 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 564നെ നമ്മൾ 564 എന്ന് എഴുതി 2 സ്ഥാനത്തിന് മുന്നേ നമുക്ക് പോയിന്റ് ഇട്ട് കൊടുക്കണം. അടുത്തത് പേജ് നമ്പർ 84 ഈ പിക്ചേഴ്സ് കണ്ടോ? ഇവിടെ നോക്കിയേ, ഇത് രണ്ടും 2 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമഭുജ ത്രികോണം അല്ലെ. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എല്ലാ ഭുജങ്ങളും എല്ലാ വശങ്ങളും എന്താണ്? തുല്യമാണ്. അതാണ് സമഭുജ ത്രികോണം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ആംഗിൾ എത്ര വീതമാണ്? 60 ഡിഗ്രി ആണ് അല്ലെ. 60 ഡിഗ്രി വീതമാണ് ഒരു ആംഗിൾ. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്ക് ഈ ഒരു സമഭുജ ത്രികോണത്തിന്റെ 2 വശങ്ങൾ തന്നിട്ടുണ്ട്. 2 മീറ്റർ 2 മീറ്റർ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ താഴത്തെ സൈഡ് എത്രയായിരിക്കും? 2 മീറ്റർ തന്നെ ആയിരിക്കുമല്ലോ. കാരണം എന്താണ്? സമഭുജ ത്രികോണം ആയതുകൊണ്ട് 3 വശങ്ങളും തുല്യമായിരിക്കും. അപ്പൊ ഇവിടെയും 2 മീറ്റർ ആയിരിക്കും. ഇവിടെ നോക്കിയേ, ഇതും ഒരു സമഭുജ ത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ സൈഡ് 2 മീറ്റർ ആണ്, ഈ സൈഡ് 2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡും എത്ര തന്നെ ആയിരിക്കും? 2 മീറ്റർ ആയിരിക്കും അല്ലെ. ഇനി നോക്കിയേ, ഈ 2 ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് പകുതിയായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കഷ്ണങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് ദാണ്ടെ ഈ കാണുന്ന ട്രയാങ്കിൾ, അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതിനുശേഷം ഈ ഒരു പീസോ, ഈ ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പീസാണ് അല്ലേ. ഈ ഒരു പീസോ, അത് ഇതിന്റെ അടുത്ത പീസാണ്. അങ്ങനെ കൂട്ടിച്ചേർത്താണ് ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ സൈഡുകളും അതിന്റെ ഏരിയയും നമുക്ക് കണ്ടുപിടിക്കണം. ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് തന്നെയാണല്ലേ. അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വശമാണ് ഇവിടുത്തെ ലെങ്ത്. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 2 മീറ്റർ എന്ന് കിട്ടിയല്ലോ. ഇനി നോക്കിയേ, ഈ ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ഈ ഒരു ഭാഗം നോക്കിയേ, ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ നടുക്കൂടെ മുറിച്ചിട്ട് അതിനെ തിരിച്ചു വെച്ചേക്കുന്ന ഒരു പോർഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത് അല്ലെ. നോക്കിയേ, ഈ സൈഡ് എങ്ങനെ വരുമെന്നേരം? നമ്മുടെ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് അതല്ലേ. ഈ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ ഹൈറ്റ് ആണെന്ന് പറയാം.
അപ്പൊ ഈ ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കണം. അപ്പൊ നമ്മൾ ഈ ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് അതിന്റെ ഹൈപ്പോട്ടിനോസ് എത്രയാണ്? 2 മീറ്റർ ആണല്ലേ. ബേസ് എത്രയായിരിക്കും? മൊത്തത്തിൽ എത്രയാണ്? 2 മീറ്റർ ആണ്. അതിന്റെ പകുതിയാണിത് അല്ലേ. പകുതി എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 1 മീറ്റർ വരും. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന എളുപ്പമാണല്ലോ. അതായത് ആൾട്ടിറ്റ്യൂഡ് ആണല്ലേ, ലംബ ദൂരമാണല്ലേ. എങ്ങനെ കണ്ടുപിടിക്കും? പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്കറിയാം, ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നാല്, ഒരു മട്ടത്രികോണം തന്നാല് അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അല്ലേ, കർണം എന്ന് പറയും. ആ കർണത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലംബം സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പാദം സ്ക്വയർ. അതേപോലെ തന്നെ ഈ ഓൾട്ടിറ്റ്യൂഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ, ലംബമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ, അപ്പൊ ലംബത്തിന്റെ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ആണ് ഏറ്റവും വലുത്. അപ്പൊ അതിൽ നിന്ന് കർണത്തിന്റെ സ്ക്വയറിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? പാദത്തിന്റെ സ്ക്വയർ അല്ലെങ്കിൽ ബേസിന്റെ സ്ക്വയർ മൈനസ് ചെയ്യണം. അതേപോലെ തന്നെ ബേസിന്റെ സ്ക്വയർ ആണ് ഈ ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയറിൽ നിന്നും ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ, ലംബത്തിന്റെ സ്ക്വയർ മൈനസ് ചെയ്യണം. അപ്പൊ നമ്മുടെ പേജ് നമ്പർ 84 റൈറ്റ് ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, ലംബമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ആ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഏതിന്റെ ഭാഗമാണ്? ഒരു സമഭുജ ത്രികോണം ഉണ്ടായിരുന്നല്ലേ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. അതിന്റെ പകുതിയായിരുന്നു ഈ റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഈ മട്ട ത്രികോണം. അപ്പൊ അതിന്റെ ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ ഇവിടെ എത്രയാണ്? 2ന്റെ സ്ക്വയർ അല്ലേ, മൈനസ് ബേസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ. അപ്പൊ 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. 2 × 2 4 മൈനസ് 1ന്റെ സ്ക്വയർ 1. അപ്പൊ നോക്കിയേ, 4ൽ നിന്ന് 1 പോകെ 3. നോക്കിയേ, ലംബം സ്ക്വയർ ആണ് 3. അപ്പൊ ലംബം എന്തായിരിക്കും? ഈ സ്ക്വയർ ഇപ്പുറത്ത് പോകും അല്ലെ, സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ടായിട്ട് മാറും, √3 ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഈ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബം എത്ര കിട്ടി നമുക്ക്? √3 മീറ്റർ ആയിട്ട് കിട്ടി. ഇതായിരുന്നു നമ്മുടെ റെക്ടാങ്കിൾ അല്ലെ. റെക്ടാങ്കിളിന്റെ ഒരു സൈഡ്, അതായത് ലെങ്ത് നമുക്കറിയാം 2 ആണെന്ന്. ബ്രെഡ്ത്ത് എത്ര നമ്മൾ കണ്ടുപിടിച്ചു? √3 എന്ന് കണ്ടുപിടിച്ചല്ലോ. അപ്പൊ ഈ ഭാഗം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് √3 മീറ്റർ ആയിരിക്കും. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ ഏരിയ ആണല്ലേ, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലേ, ലെങ്ത് ഇൻറ്റു L × B ആണ്. അല്ലെങ്കിൽ എന്താണ്? നീളം ഗുണം വീതി. ലെങ്ത് 2 ആണല്ലേ, 2 മീറ്റർ ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? √3 ആണ്, √3 മീറ്റർ ആണ്. നമുക്കിനി ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അതായത് 2 ഇൻറ്റു √3യുടെ വാല്യൂ നമുക്കറിയാം അല്ലേ, അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയാണ്? 1.73 ആണല്ലേ. അപ്പൊ നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഡെസിമൽ ആണ്, ഒരു ദശാംശ സംഖ്യയാണിത്. ഇതിന്റെ ഈ ദശാംശം അങ്ങ് മാറ്റും അല്ലെ, ദശാംശം മാറ്റിയിട്ട് 2 കൊണ്ട് ഗുണിക്കും. അപ്പൊ 173 × 2 3 × 2 6 7 2 14 ശിഷ്ട 1 1 2 2 1 3 346 എന്ന് കിട്ടിയല്ലേ. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ ആൻസറിലും എന്ത് വേണം? പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം. അതായത് 3.46 മീറ്റർ സ്ക്വയർ എന്നാണ് നമ്മുടെ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളോട് ആൻസറിനെ ഒരു ഡെസിമൽ പോയിന്റിൽ എഴുതാൻ ചോദിക്കും, അതായത് ഒരു ദശാംശ സ്ഥാനത്തിൽ മാത്രം എഴുതാൻ ചോദിക്കും. അപ്പൊ നോക്കിയേ, 3.4 മാത്രം എഴുതി കഴിഞ്ഞാൽ ഡെസിമൽ കഴിഞ്ഞ ഒരു സ്ഥാനമല്ലേ ഉള്ളൂ. 6 എന്ന് പറയുന്നതും കൂടെ വരുമ്പോഴല്ലേ 2 സ്ഥാനം വരുന്നത്. അപ്പൊ 6നെ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3.4 എന്ന് കിട്ടും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു സ്ഥാനമേ കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ എഴുതുന്നത് ശരിയാണോ? തെറ്റാണല്ലേ. അതായത് 4 കഴിഞ്ഞ് രണ്ടാമത്തെ ഈ സ്ഥാനം നോക്കണം. അതായത് 6നെ നമ്മൾ നോക്കുമ്പോൾ 5ഓ 5ൽ കൂടുതലോ ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ തൊട്ട് പുറകെ കിടക്കുന്ന നമ്പറിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടും. അതല്ല 5 കുറവാണെങ്കിൽ നമ്മൾ ഈ 4 തന്നെ എടുത്തെഴുതും. അപ്പൊ ഇവിടെ നമ്മൾ 3.4 എന്ന് എഴുതുവോ? അതായത് 5 കൂടുതലായതുകൊണ്ട് ഈ തൊട്ട് പുറകെ കിടക്കുന്ന നമ്പറിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി വെക്കുക അല്ലെ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 3.5 മീറ്റർ സ്ക്വയർ. അടുത്തതായിട്ട് പേജ് നമ്പർ 86 കൊടുത്തേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ ലെങ്ത് എത്രയാണ്? √3 ആണ്. ബ്രെഡ്ത്ത് √2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. √3 ഇൻറ്റു √2 ഇങ്ങനെയാണല്ലേ. അതായത് നോക്കി, ഇത് രണ്ടും ഏത് നമ്പറാണ്? ഇറാഷണൽ നമ്പർ ആണല്ലേ, അഭിന്നക സംഖ്യകളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അഭിന്നക സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കൊടുക്കണം അല്ലെ, ഏകദേശ വില കൊടുക്കണം. അപ്പൊ നോക്കാം നമുക്ക്. √3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയാണ്? ഏകദേശ വില എത്രയാണ്? 1.73 ഇൻറ്റു √2ന്റെയോ 1.41. ഇനി നമുക്ക് ചെയ്യാമല്ലോ, ഇതിനെ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ, ഗുണിക്കണം. ഈ രണ്ട് നമ്പേഴ്സും എന്താണ്? ദശാംശ സംഖ്യകളാണല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ദശാംശം മാറ്റിയിട്ട് നോർമൽ നമ്പർ ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം ആൻസറിന്റെ കൂടെ ദശാംശം ഇട്ട് കൊടുക്കാം. അപ്പൊ നോക്കിയേ, 173നെ 141 കൂടെ നമുക്കൊന്ന് ഗുണിക്കാം. 3 × 1 3 1 7 7 1 1
3 12 ശിഷ്ടം 1 7 4 28 1 29 ശിഷ്ടം 2 1 4 4 2 6 1 3 3 7 7 1 1. ഇനി അടുത്ത എന്താണ്? ഇത് കൂട്ടണം അല്ലേ? 3 താത്തിറക്കി 7 2 9 9 1 10 3 13 6 1 7 7 7 14 ശിഷ്ടം 1 1 1 2. ദശാംശം കഴിഞ്ഞിട്ട് 1 2 സ്ഥാനം ഇവിടെയുണ്ട്, ഇവിടെയും 2 സ്ഥാനം, 2 2 4 സ്ഥാനം ഉണ്ടല്ലേ. അപ്പൊ ആൻസറിൽ നമുക്ക് എത്ര സ്ഥാനം മാറ്റി കുത്തിടണം? 1 2 3 4 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പൊ എത്രയാണ്? 2.4393. ഇതാണല്ലോ നമ്മുടെ ആൻസർ. ഇത് പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് 2 സ്ഥാനം മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2.4 എഴുതി. ഇനി അടുത്ത ഇവിടെ എന്താണ്? 3 ആണോ എഴുതണ്ടേ നമുക്ക് നോക്കണം അല്ലെ. 3 കഴിഞ്ഞിട്ടുള്ള നമ്പർ നോക്കിയേ, എത്രയാണ്? 9 ആണ്. 9 എന്ന് പറഞ്ഞാൽ 5 കൂടുതലുള്ള ഒരു നമ്പർ ആണ് അല്ലെ. അപ്പൊ 5 കൂടുതലായതുകൊണ്ട് ഈ 3യുടെ കൂടെ നമ്മൾ ഒന്നുകൂടെ കൂട്ടി 4 എന്ന് എഴുതും അല്ലെ. അപ്പൊ ഏരിയ എത്രയാണ്? 2.44 മീറ്റർ സ്ക്വയർ. ഇനി നമ്മളോട് ചോദിക്കുക, ദശാംശം കഴിഞ്ഞ് ഒരു സ്ഥാനം മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മളിവിടെ 2 എഴുതും, എന്നിട്ട് ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം മതിയല്ലോ. ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണല്ലേ. 4 അങ്ങനെ അങ്ങ് എഴുതാൻ പറ്റുമോ? നമ്മൾ തൊട്ടപ്പുറത്തെ നമ്പർ നോക്കും. തൊട്ടപ്പുറത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 5 5 കൂടുതലോ ആണെങ്കിൽ ഈ 4ന്റെ കൂടെ ഒന്ന് കൂട്ടാം അല്ലേ. ഇവിടെ ഇപ്പൊ 5 കൂടുതലാണോ? അല്ല, 5 കുറവാണ്. അതുകൊണ്ട് ഈ 4നെ നമുക്ക് അതുപോലെ തന്നെ ഇടാം. 2.4 മീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മളോട് ഒരു ഡെസിമൽ പ്ലേസ് അല്ലെങ്കിൽ ഒരു ദശാംശ സ്ഥാനം മാത്രം നിർത്തി എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം. 2 ഡെസിമൽ പ്ലേസസ് വെച്ച് എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് √4 × √25. ഇതിനെ നമുക്ക് 2 രീതിയിൽ ഗുണിക്കാം. നോക്കണേ, ഒന്നാമത്തെ രീതിയാണ് √4 × √25. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 4ന്റെ റൂട്ട് എടുക്കാം അല്ലെ. 4ന്റെ റൂട്ട് എത്രയാണ്? 2 ആണല്ലേ. 2 × 2 ആണ്, അല്ലെങ്കിൽ 2ന്റെ സ്ക്വയർ ആണ് 4. അപ്പൊ 4ന്റെ റൂട്ട് എത്രയാണ്? 2 ആണ്. ഇൻറ്റു 25ന്റെ റൂട്ട് എത്രയാണ്? 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പൊ 25ന്റെ റൂട്ട് എത്രയാണ്? 5 അല്ലെ. 2 × 5 എത്രയാ? 10. ഇതാണ് ഒരു രീതി. ഇനി അടുത്ത രീതി എന്ന് വെച്ചാൽ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. √4 × √25. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ 4നും 25നും കൂടെ കോമൺ ആയിട്ട് അങ്ങ് റൂട്ട് കൊടുക്കുക. അതായത് റൂട്ടിനകത്ത് 4നെയും 25നെയും കൂടെ ഗുണിക്കുക. അപ്പൊ 4നെ 25നെയും കൂടെ ഗുണിക്കുമ്പോൾ എത്രയാണ്? 25 × 4 എത്രയാണ്? 100 ആണെന്നറിയാമല്ലോ. 100. റൂട്ട് നമ്മൾ കളഞ്ഞിട്ടില്ല, അപ്പൊ റൂട്ട് നമ്മൾ കൊടുത്തു. അതായത് 100ന്റെ റൂട്ട് എത്രയാണ്? 10 ആണല്ലേ. 10ന്റെ സ്ക്വയർ ആണ് 100. അപ്പൊ 100ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 10 ആണല്ലേ. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ക്വസ്റ്റിനെ തന്നെ നമ്മൾ 2 രീതി ചെയ്ത് അല്ലേ. ആദ്യത്തെ രീതി ഏതായിരുന്നു? നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ റൂട്ട് എടുത്തിട്ട് 2നെയും കൂടെ ഗുണിച്ചു. രണ്ടാമത്തെ രീതിയോ, 2നും കൂടെ പൊതുവായിട്ടൊരു റൂട്ട് കൊടുത്തിട്ട് റൂട്ടിനകത്ത് വെച്ച് ഗുണിച്ചിട്ട് കിട്ടിയ ഉത്തരത്തിന്റെ റൂട്ട് എടുത്തു. അങ്ങനെയാണ് നമ്മൾ 2 രീതി ചെയ്തത്. 2 രീതിയിൽ നമുക്ക് ഒരേ ആൻസർ തന്നെ അല്ലയോ കിട്ടിയത്? ആണ്. √1/4 × √9/25. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? സെപ്പറേറ്റ് 2ന്റെ റൂട്ട് എടുക്കും അല്ലെ. അതായത് ഈ റൂട്ടിനകത്ത് കിടക്കുന്നതിന്റെ റൂട്ട് എടുക്കും. അപ്പൊ എത്ര കിട്ടും? 1ന്റെ റൂട്ട് എന്ന് പറയുന്നത് 1 തന്നെയാണ് അല്ലെ. 4ന്റെ റൂട്ട് 2 ആണ്. അടുത്ത റൂട്ടിൽ കിടക്കുന്നത് 9/25 ആണ് അല്ലെ. 9ന്റെ റൂട്ട് എത്രയാണ്? 3. അതേപോലെ 25ന്റെ 5. ഇനി എന്താ ചെയ്യുന്നത്? പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. അതായത് 1 × 3 എന്ന് പറയുന്നത് 3 ആണ്. 2 × 5 എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 3/10 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? ഇതിന് 2നൂടെ നമ്മളൊരു കോമൺ ആയിട്ട് റൂട്ട് അങ്ങ് കൊടുക്കും അല്ലേ. പൊതുവായിട്ടൊരു റൂട്ട് അങ്ങ് കൊടുക്കും. അപ്പൊ എങ്ങനെയാ? √1/4 × 9/25. ഇനി എന്താ ചെയ്യുന്നത്? ഈ റൂട്ടിനകത്ത് വെച്ച് തന്നെ ഇതിനെ അങ്ങ് ഗുണിക്കും അല്ലെ. 1 × 9 എത്രയാണ്? 9 ആണ്. 25 × 4 എത്രയാണ്? 100 ആണ് അല്ലെ. 100 ആണ്. എന്നിട്ട് അതിന് റൂട്ട് കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കും അല്ലെ. അതായത് 9ന്റെ റൂട്ട് എത്രയാണ്? 3 ആണ്. അതുപോലെ 100ന്റെ റൂട്ട് 10 ആണ്. 3/10. അപ്പൊ ഈ 2 രീതി ചെയ്താലും നമുക്ക് ആൻസർ ഒന്ന് തന്നെ കിട്ടുന്നുണ്ട് അല്ലെ. അടുത്ത √2 × √3 ചെയ്താലോ? 2 സംഖ്യയ്ക്കും റൂട്ട് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് റൂട്ട് എടുക്കാം അല്ലെ. √2 × 3 എന്ന് ചെയ്യാം. അതായത് √2 × 3. 2 × 3 എത്രയാണ്? 6 ആണ്. അപ്പൊ √6 ആണ് അല്ലെ. അതായത് √2 × √3 എന്ന് പറഞ്ഞാൽ √6 ആണ്. കഴിഞ്ഞൊരു ക്വസ്റ്റിനകത്ത് √2 × √3 എന്ന് പറയുന്നത് 2.4 എന്ന് കണ്ടുപിടിച്ചായിരുന്നു അല്ലെ. എങ്ങനെയാ കണ്ടുപിടിച്ചത്? √2ന്റെ വാല്യൂ കൊടുത്തു, അതുപോലെ തന്നെ √3യുടെ വാല്യൂയും കൊടുത്തു അല്ലെ. അപ്പൊ അത് രണ്ടും കൂടെ ഗുണിച്ചപ്പോൾ നമുക്ക് 2.4 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? റൂട്ട് കോമൺ എടുത്ത് അല്ലെ. റൂട്ട് കോമൺ എടുത്തപ്പോൾ നമുക്ക് √6 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? ഈ √6ഉം 2.4 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് 6ന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര തന്നെ ആയിരിക്കും ആൻസർ? 2.4 തന്നെ ആയിരിക്കും ആൻസർ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഇതിനെ? 2 റൂട്ടുള്ള നമ്പേഴ്സ്, അതായത് ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കണം 2 എണ്ണവും,
ആ രണ്ട് നമ്പേഴ്സിനും റൂട്ട് ഉണ്ടെങ്കിൽ, രണ്ട് നമ്പേഴ്സിനും റൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കണ്ടീഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതായത് രണ്ട് നമ്പേഴ്സിനും റൂട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് നമുക്ക് കോമൺ ആയിട്ട് എടുത്തിട്ട് ആ രണ്ട് നമ്പേഴ്സിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ്, രണ്ട് അതിസംഖ്യകളായിരിക്കണം, അതായത് പോസിറ്റീവ് എന്ന് വെച്ചാൽ അതിസംഖ്യകളായിരിക്കണം. ആ രണ്ട് നമ്പേഴ്സിനും റൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കണ്ടീഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് രണ്ട് നമ്പേഴ്സിനും റൂട്ട് ഉണ്ടെങ്കിൽ ആ റൂട്ട് നമുക്ക് കോമൺ എടുക്കാം. ഇവിടെ നോക്കിയേ, 3 ഇൻറ്റു റൂട്ട് 2 അല്ലേ, 3 ഗുണം റൂട്ട് 2. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിനെ നമുക്ക് കോമൺ റൂട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഇവിടെ 2ന് മാത്രമേ ഉള്ളൂ റൂട്ട് അല്ലേ. അതിനെ നമുക്ക് 3 റൂട്ട് 2 അല്ലെങ്കിൽ ഈ റൂട്ട് 2ന്റെ വാല്യൂ കൊടുത്തിട്ട് ഗുണിച്ച് വെക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇതുപോലെ നമുക്ക് കോമൺ എടുക്കാൻ പറ്റത്തില്ല. കോമൺ എടുക്കണമായിരുന്നെങ്കിൽ ഇവിടെ 3 കൂടെ റൂട്ട് വരണമായിരുന്നു അല്ലേ. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് രണ്ടിനും കോമൺ ആയിട്ട് റൂട്ട് എടുക്കാമായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണം. രണ്ട് നമ്പേഴ്സിനും റൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റൂട്ട് കോമൺ എടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്തത് പേജ് നമ്പർ 87 ഒരു ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് 18. നമുക്കറിയാം റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ റൂട്ട് കോമൺ ആയിട്ട് എടുത്തിട്ട് റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു വൈ എന്ന് കൊടുക്കും അല്ലേ, അല്ലെങ്കിൽ റൂട്ട് ഓഫ് എക്സ് വൈ എന്ന് കൊടുക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ റൂട്ട് 18 ആണ്. ആ റൂട്ട് 18 നമുക്ക് ഈ ഒരു ഫോമിലോട്ട് മാറ്റണം അല്ലേ. അപ്പൊ ഈ 18 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഈ 18 നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് അറിയാവുന്ന നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാം അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയേ, 18 നമുക്ക് 9 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതുപോലെ വന്നാൽ രണ്ട് റൂട്ടാക്കി മാറ്റണം അല്ലേ. അപ്പൊ ഇവിടെ റൂട്ട് 9 ഇൻറ്റു റൂട്ട് 2 ഇങ്ങനെ എഴുതാമല്ലോ. നമുക്കറിയാം 9ന്റെ റൂട്ട് എത്രയാണ്, 3 ആണല്ലേ. അതുപോലെ 2ന്റെ റൂട്ടോ റൂട്ട് 2 തന്നെയാണ്. അപ്പൊ നമുക്ക് 3 റൂട്ട് 2 എന്ന് എഴുതാം. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ റൂട്ട് 48നെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് 48നെ റൂട്ട് അറിയാവുന്ന നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 16 ഇൻറ്റു 3 ആണല്ലോ 48, 48. 16 ഗുണം 3 ആണല്ലേ. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, രണ്ടിനും നമുക്ക് റൂട്ട് പ്രത്യേകം കൊടുക്കണം അല്ലേ. അപ്പൊ റൂട്ട് 16 ഗുണം റൂട്ട് 3. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16ന്റെ റൂട്ട് എത്രയാണ്, 4 ആണല്ലേ. 3യുടെ റൂട്ടോ 3ന്റെ റൂട്ടോ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് റൂട്ട് 3 തന്നെ കൊടുക്കാം. അപ്പോൾ 4 റൂട്ട് 3, 4 റൂട്ട് 3 ആണ് ഇതിന്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ റൂട്ട് 125ന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ആൻസർ കമന്റിൽ കൊടുക്കുമല്ലോ. അപ്പൊ ഇതിന്റെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്